അപ്പൊ നമ്മൾ ഇന്ന് സോയാബീൻ ഫ്രൈ. സോയാബീൻ പെരട്ടല്ലേ എന്നോട് പറഞ്ഞേ? അല്ല, ഫ്രൈയാ. സോയാബീൻ പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നേ. ഈ പെരട്ട് എന്തുവാന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അമ്മ കോൺഫിഡൻസ് ആയിട്ട് കണ്ണി നോക്കി നമ്മൾ പറയും നമ്മൾ ഇന്ന് സോയാബീൻ പെരട്ട് ഉണ്ടാക്കുന്നേ. സോയാബീൻ പെരട്ട്, ചിക്കൻ പെരട്ടൊക്കെ പോലെ നമ്മൾ ഇന്ന് സോയാബീൻ പെരട്ട് ഉണ്ടാക്കും. അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, ഇല്ലയോ? ആരാ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് ഇത് ചെയ്തു തരാം, എല്ലാം അറിയാവുന്നു. ഇന്നിപ്പോൾ നമ്മൾ സോയാബീൻ പെരട്ട്, സോയാബീൻ നല്ല കടയിൽ നിന്ന് നല്ല പൂക്കാത്ത സോയാബീൻ ആണ് വേണ്ടത്, നല്ല ക്വാളിറ്റി ഉള്ള. ഇതൊരു 150 ഗ്രാം കാണും കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം, അതാ നല്ലത്. പെരട്ടുന്ന ചുമ്മാതെ പറഞ്ഞ ഫ്രൈ ചെയ്താൽ എല്ലാം തിന്നോളൂ. പെരട്ട അറിയത്തില്ല, അതുകൊണ്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. 150 ഗ്രാം. പെരട്ട ഒന്നുമില്ല, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കൈ ഇട്ടിങ്ങനെ പെരട്ടിയാൽ മതി, അപ്പൊ അത് പെരട്ടാവും. ഇത് ആദ്യം ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കണം. ചൂടുവെള്ളം എങ്ങനെ, എത്ര അളവിൽ തിളക്കണം? കൈയിട്ട് നോക്ക്. ഒത്തിരി അളവിൽ തിളക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്കിയാണ്. അങ്ങനെ വേണം പറയാൻ, നമ്മൾ അങ്ങനെയാണ്. 10 മിനിറ്റ് ഇപ്പൊ കണ്ടില്ലയോ രേഷാന്റെ പരിപാടിക്ക് നമ്മൾ അങ്ങനെ പറയണം. 10 മിനിറ്റിന് സോക്കിയാണോ ഇത്? വെള്ളത്തിൽ ഇത് സോക്കാണ് അല്ലേ? സോക്കാണ്. ഷോക്കല്ല, സോക്ക്. അതാ ഷോക്ക് അടിക്കാതെ നോക്കണം. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഞെക്കി പിഴിഞ്ഞ് 3-4 വെള്ളത്തിൽ പിന്നെയും കഴുകണം. കഴുകിയിട്ട് ഞാൻ വെക്കുന്നത് കുക്കറിനകത്ത് ഒരു 2-3 അടി അടിക്കും. ഞെക്കിപ്പിഴിയാൻ നമ്മൾ വിളിക്കുന്നത്, ഞെക്കിപ്പിഴിയിൽ വിദഗ്ധയായ അച്ഛന്റെ പെങ്ങൾ രാധാമണിയാണ്. ഞെക്കിപ്പിഴിഞ്ഞ് വെള്ളമെല്ലാം ഊർത്തെടുത്ത് തരും. അതല്ല, അപ്പി എങ്ങനെ എന്തെങ്കിലും കഴുകാൻ കൊടുത്താൽ പകുതി അങ്ങ് കളയും. നല്ലത് തിരിഞ്ഞൊക്കെ അവൾ എടുക്കുന്നത്. നമ്മൾ 1 കിലോ ആണ് കഴുകാൻ കൊടുത്താൽ 1/2 കിലോ കളയും. അപ്പൊ 1/2 കിലോ കളഞ്ഞ് കഴുകിയാൽ മതിയല്ലോ. അത് പറയാൻ ഒരു സംഭവം ഉണ്ട്. 1 കിലോ ഉണക്കക്കുറിച്ച് മേടിച്ച രാധാമണിയക്കടയിലോട്ട് കൊടുത്ത് അവരാതാണ് എന്നെ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ അതെല്ലാം കഴുകി പെറുക്കി വന്നപ്പോ ഉണ്ട് ഒരു 10 എണ്ണം ഉണ്ട്. എന്ത് ചെയ്യും രാധാമണിയൊക്കെ ബാക്കിയെല്ലാം ചോദിച്ചാൽ പറയാം എല്ലാം കേടായിരുന്നു, എടുത്തങ്ങ് കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഞെക്കിപ്പിഴിയാൻ അല്ലേ രാധാമണി പണ്ടേ ഞെക്കിപ്പിഴിയാൻ മിടിക്കുക. ഞെക്കിപ്പിഴിയ നമ്മൾ കൊടുക്കും. അപ്പം വേണ്ട, അതിനുള്ള 2 സവാള, ഒരു തക്കാളി, 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മെഷീൻ ഞാൻ മേടിച്ചിട്ടുണ്ട് കറണ്ട് വഴിയുള്ള, അതിലോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ സവാളയൊക്കെ ഷൂ നടത്തും. ഇതാണ് ആ മെഷീൻ. നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ വീട്ടമ്മമാർക്ക് ഭയങ്കരമായിട്ട് ഗുണമുള്ള ഒരു സാധനമാണ്. ഓൺലൈനിൽ കിട്ടും. ഇതിന്റെ ലിങ്ക്, നമ്മളിത് പ്രമോഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് കേട്ടോ, എന്നാല് ലിങ്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പിൻ ചെയ്യാം, നമുക്ക് നോക്കാം. ബേബി ഫുഡ് അങ്ങനെ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇത് ലിങ്ക് ചെയ്യാം. നല്ല സാധനമാണ്. ഇവിടെ കിടന്നു ബഹളമായിരുന്നു കാണുന്നതെല്ലാം എന്തോ ചാത്ത സാധനം എല്ലാം മേടിക്കുന്നു. പിന്നെ ഇത് എന്തോ എല്ലാരോടും ഉള്ള ചോദ്യമാണ്, നല്ലൊരു കത്രികയാണോ ഇല്ലേ? ഏത് ബ്രാൻഡിന്റെ നല്ല കത്രികയെന്ന് പറയാനേ? 300 രൂപയ്ക്ക് മേടിച്ചോണ്ട് വന്ന ഒരു ശകലം പോലും നാക്ക് മുറിച്ചു നോക്കാം. അപ്പൊ നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് ഞാൻ കാണിക്കാം മെഷീനകത്തിട്ടല്ല. ഇത് തുറക്കുക. അതാണ്ട സവാള എല്ലാം കഷ്ണങ്ങളാക്കി, കൊച്ചു കഷ്ണങ്ങളാക്കി. അല്ലേ കിടന്നുകൊണ്ട് ഭയങ്കര സൗണ്ട് വരും. ഇത്ര ഉള്ളത്, വേറെ ഒന്നുമില്ല അരിയാൻ. തക്കാളി ഇല്ല, വേണ്ട. വെള്ളം ഊറ്റിക്കളഞ്ഞാണോ? വെള്ളം അതേ പിടിച്ചാണോ? അതേ പിടിച്ചതാ, കണ്ടോ? ആ തിളപ്പിച്ച വെള്ളം. നീ അത് 3-4 കഴുകണം. നമ്മളിനി കുത്ത്. എന്നിട്ട് നല്ലോണം അടഞ്ഞോ നോക്കണേ മോനെ. സോറി ഗൈസ്, കറണ്ട് ഇല്ല. നിങ്ങളൊക്കെ തൊടാതിരിക്കുന്ന ചുമ്മാ അതുകൊണ്ടാ ശൈലാമ്മ ഏതൊക്കെ പിടിക്കാൻ. കറണ്ട് ഇല്ലെന്ന് അറിയായിരുന്നു. കറണ്ട് ഇല്ല, പക്ഷെ നമുക്ക് വേറെ സ്ഥലത്തുണ്ട്. ഞങ്ങള് വേറെ സ്ഥലത്ത് പോകും, ഞങ്ങള് ചെയ്യുമെന്നറിയാം. ഇൻവെർട്ടർ ആണ് ഗൈസ്, അവിടെ കൊടുത്തിട്ടില്ല ഇൻവെർട്ടർ. ഒന്ന് കൈ അങ്ങ് എടുത്ത്. ഇത്രേ ഉള്ളു ഗൈസ്, സിമ്പിൾ പരിപാടി. സിമ്പിൾ. കണ്ടോ സിമ്പിൾ. ഷൂ ഇട്ട് വലിക്കുന്നതിന് നല്ലതാ. അതിവിടെ ഉണ്ട് വലിക്കുന്നത്. എന്റെ കൈക്ക് വേദന. മാറ്. കഴിഞ്ഞ് ഇത് കഴിയൊക്കെ വെക്കണം. കണ്ടോ ആ ചൂടുവെള്ളം അതേ പിടിച്ച്. അതായത് ഇനി ഇത് നല്ലോണം ഒരു 3-4 കഴുകണം മോനെ. മാറ്. കണ്ടോ, മാറ്. ഒരു മണമുണ്ട്. ഞാൻ ആ സോയാബീൻ എല്ലാം 2ആയിട്ട് കണ്ടിച്ച് ഒരു ശകലം തിളപ്പിച്ച വെള്ളം ഒഴിച്ച്
ഇച്ചിരി മഞ്ഞപ്പൊടി. ഇവിടെ ഇത് പൊടിച്ചത് മേടിച്ച നല്ല മഞ്ഞപ്പൊടിയാണ് കേട്ടോ. മഞ്ഞപ്പൊടി, കല്ലുപ്പ്, ശകലം കല്ലുപ്പ്, കല്ലുപ്പൊന്നും അല്ല ഇത്, പൊടി ഉപ്പ്. പോടാ രണ്ട് ഉപ്പ്, ഒരു ശകലം, ഒരു കറിവേപ്പിലയും കൂടെ. എല്ലാം കഴുകി പെറുക്കിയൊക്കെ വെച്ചേക്കുവാ. ഇവന്മാരല്ലെങ്കിൽ ബഹളമാവും. നമുക്ക് തണ്ടോടാണ് ഇടുന്നത്. ആ അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. പിന്നെ പലതും തോന്നും. അല്ല പന്നിപ്പുല്ല് ഇതുപോലല്ലേ ഇരിക്കുന്നത്. ചരിഞ്ഞിരിക്കുന്നത് ഇതേ വെക്കണ്ട. ഇതേ വെക്കണ്ട, വെക്കാം. മാറ്റണ്ടേ? നമ്മൾ സ്വാപ്പ് ചെയ്തിരിക്കുന്നു. എന്തോ കുക്കറിനെ ഇങ്ങോട്ടാക്കി സ്വാപ്പിംഗ്. ഓ എന്തല്ല ഇംഗ്ലീഷ് വാക്കുകളൊക്കെ, മലയാളം ഒന്നും അവർക്ക് അറിയത്തില്ല. സോപ്പ്, സോക്ക് എന്ന് വെച്ചാൽ അടിഞ്ഞു ചേരുക. അറിയാമോ? സ്വാപ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധനം അവിടെ വെക്കുക, അവിടുത്തെ സാധനം ഇവിടെ വെക്കുക. അയ്യോ എനിക്ക് മലയാളമേ അറിയത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പാലപ്പവും കൂടെ ഉണ്ടാക്കട്ടെ. രണ്ട് കൈയുള്ളൂ, പക്ഷെ 3 ഗ്യാസിലാണ് പരിപാലനം. ഇവിടെ ഇത് ആക്കുന്നു, ഇവിടെ അപ്പം ചൂടുന്നു, ഇവിടെ സോയാബീൻ. തേങ്ങ മൂത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, എല്ലാം കണ്ടു പറയാം, അല്ലാതെ ഒന്നും അറിയത്തില്ല. ഇഞ്ചിയും വെളുത്തുള്ളി വേണ്ട. സവാള നമ്മള് കുഞ്ഞുകുനാ കിട്ടിയല്ലേ? എന്തോ ഒത്തിരി വേണ്ട, അടിപൊളിയായിട്ട്. മുട്ടയ്ക്കൊക്കെ സൂപ്പറാ. എന്താണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ശകലം മതി. കുനു എന്തിയെ ഒരുത്തൻ എന്തിയെ ഉണ്ണിക്കുട്ടൻ എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞതാ. എന്താ റെഡിയായി പാലപ്പം. അടുത്ത അപ്പം ചുട്ടോ. അപ്പൊ നമ്മളാണ്ടത് മൂക്കുന്നു. പെട്ടെന്നാട്ടെ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടട്ടെ മോനെ. അപ്പത്തിനകത്ത് നമ്മൾ ശകലം മഞ്ഞപ്പൊടി ഇടുന്നു. ഇതിനകത്ത് ഇട്ടായിരുന്നല്ലോ. അല്ല ഈ മഞ്ഞ ഇത് സവാളക്ക് വേണ്ട. കുക്കറിനകത്ത് ഇടാൻ പോയി. അല്ല ശകലം മഞ്ഞപ്പൊടിയും ഒരു നുള്ളുപ്പ്, കാരണം അതിന് ഉപ്പിട്ടതാ. ഒന്നാമത് ഹൈ BP. ഉപ്പിടുമ്പോഴേ എളുപ്പം നമുക്ക് വാടി കിട്ടും മോനെ. കളർ ചേഞ്ച് ആയിരിക്കുന്നു. നല്ലോണം മൂക്കണം മോനെ. ഫ്രൈ അല്ലേ എന്തോ അവൻ പറഞ്ഞ പെരട്ടോ. അവൻ പെരട്ടിക്കൊണ്ടിരിക്കുക. ആദ്യം ഓടിക്കാൻ എന്തോ ഒരു മിടുക്കാ. നെക്സ്റ്റ് അപ്പ് റെഡി ആയിരിക്കുന്നു. എനിക്ക് തന്നേരെ അറിയാം. അത് ഗ്യാസ് ഓഫ് ആയി പോയില്ലയോ മോനെ, അതിൻ്റെയാ. പിന്നെ അതൊക്കെ അങ്ങനൊക്കെയാ. എനിക്ക് തോന്നി അത് വെന്തില്ലെന്ന്, അതുകൊണ്ട് അത് നോക്കിയത്. ഓ പിന്നെ മാല് പഠിക്കാനല്ല നിനക്കൊക്കെ എന്നെ എന്തോ ഉണ്ടാക്കി തരുന്ന നമ്മൾ തിന്നുന്നുണ്ടല്ലോ. എന്നാ നീ ഇപ്പം പറ, ഞാൻ നിന്നോട് പറഞ്ഞില്ല ആ തേങ്ങ ഒന്ന് പൂളി വെക്കാൻ. നേരം പറയാം അറിയാൻ വയ്യാന്നവൻ. അത് കണ്ടു ഞാൻ. സവാള ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് എന്താണ്ട മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി നല്ലോണം മൂക്കണം. മുളക് പൊടി ഉണ്ടാടാ. ഇതെന്തോ ചുരുട്ടി ഒരു പിടി പിടിക്കാവുന്ന പോലും ഇല്ല. അവിടെ നിന്നും മോനെ. മല്ലിപ്പൊടി, മുളക്. ഇത് കുരുമുളക് പൊടിയാണ് ഏറെ ചേർക്കേണ്ടത്.
1 സ്പൂണ് മുളക് പൊടി, അത് മതി. അത് തന്നെ ധാരാളം കളറായി. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണ്. ഇത് ഇടുക്കിയിലെ കുരുമുളകാണ്, എൻ്റെ കുഞ്ഞമ്മ തന്നു വിട്ടതാ, സുശീല കുഞ്ഞമ്മ. ഇതാണ്ട് പെരിഞ്ഞീരവും ഏലക്കായും കൂടെ പൊടിച്ചത്, അതും ഒരു 2 സ്പൂണ്. ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു കുഞ്ഞു സ്പൂണിനാണ് എടുത്തത്. അത് ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ കൂടെ ചേർക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ഷേപ്പില്ല. പിന്നെ ഇതിനകത്തോട്ട് തക്കാളി. ഞാൻ എടുക്കുന്ന കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. തക്കാളി ഉണ്ടെന്ന് ഞാൻ ചോദിക്കാൻ പറ്റില്ല, എന്താ തക്കാളി ഇടാത്തത്. കണ്ടെങ്കിലും നീ എങ്കിലും പഠിക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുമ്പം, അപ്പം ചെയ്ത് നോക്കണം ഒറ്റയ്ക്ക്. അമ്മമാർക്കൊക്കെ റെസ്റ്റ് കൊടുക്കണം. അതൊക്കെ നീയൊക്കെ നിന്റെയൊക്കെ പെണ്ണുപിള്ളമാര് വരുമ്പോ തന്നെത്താൻ ചെയ്തോളൂ. ഇല്ലില്ല. സോയാബീൻ റെഡി ആയിട്ടുണ്ട്. വെള്ളം പോലും ഇല്ല, കണ്ടോ? ഇതിനകത്തോട്ട് ഇടുക. ഇപ്പം നല്ലവണ്ണം ഇപ്പം ഫ്രൈ ആവും. കളറൊക്കെ മാറും. അപ്പം നോക്ക്. ഇപ്പൊ സോയാബീൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ശ്രീകുട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പാലപ്പവും സോയാബീനും. ശ്രീകുട്ടന് ഇഷ്ടമുള്ളതാ. തിന്നിട്ട് പറ, ഒന്ന് വായിലോട്ട് വെച്ചിട്ട് പറ. ഇവിടോട്ട് ഇരുന്ന് കിഴങ്ങ് കറിയുണ്ട്. അത് വേണ്ട. അത് മാത്രം എടുത്ത് തിന്നിട്ട് പറ മോനെ. ഉപ്പ് കുറവാണോ കൂടുതലാണോ? നമ്മ നോക്കി. എരിവ് സാരമില്ല, കുരുമുളക് എപ്പോഴും നിൽക്കണം മുന്നില്ല. അതിപ്പോ മോനെ ചൂടായിട്ട് ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെയുണ്ട് മോനെ. സൂപ്പർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് അറിയാം, എന്നാലും ഞാൻ മുറക്കി ഇവർക്ക് വെച്ച് കൊടുക്കുന്നതാ. അയ്യോ നോക്കത്ത്, ഇപ്പൊ 1 വർഷമായി. ശരിയാ. അതങ്ങനെ അച്ഛന് വേണ്ട, ഉണ്ണിക്കുട്ടന് വേണ്ട, ഞാനെന്തോ ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കത്തില്ല. ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്ട് ഇപ്പം ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട. അപ്പോൾ ഓക്കെ.